ഡയറ്റ് ചെയ്യുന്നവർക്കും ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നവർക്കും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ സാധനം കേട്ടോ. അത് ഒരു ചോറ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ 2 കറിയെങ്കിലും ഇല്ലാതെ നമ്മൾ എങ്ങനെ കഴിക്കുന്നത്? മിക്കവാറും എല്ലാവരും വീട്ടിൽ ഒരു 2 കറിയെങ്കിലും കാണും ചോറിനോട് കഴിക്കാം. പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഈ കിടിപിടി സാധനം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, കറി വേണ്ട, ഒരു സാധനം വേണ്ട. ഇത് നമ്മൾ കുറേ ആൾക്കാരോട് ഈ നമ്മുടെ മില്ലറ്റ് വെച്ചിട്ടുള്ള റെസിപ്പി ചോദിക്കുന്നുണ്ട്. അപ്പോൾ മില്ലറ്റും അതുപോലെ സോയാ ചങ്ക്സ് ഇല്ലേ, ആ സാധനം ഞാൻ ഉദ്ദേശിച്ചു കേട്ടോ. അതും വെച്ചിട്ടൊരു സാധനമാണ്. നമുക്ക് ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാം, അതുപോലെ പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തു വിടാം, നമുക്ക് കഴിക്കാം. നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഡയറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനം കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലും കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, വലിയ ജീരകം ഇതൊന്ന് ചതച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക, കടുകും ചെറിയ ജീരകം പൊട്ടിക്കുക കേട്ടോ. എന്നിട്ട് അതിനകത്തോട്ട് ചതച്ച സാധനങ്ങൾ ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിനകത്തോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇട്ട് നന്നായിട്ട് പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറണം കേട്ടോ. എന്നിട്ട് നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് കുറച്ച് സമയം വെച്ചിട്ട് നമ്മൾ സോയാ ചങ്ക്സ് എടുക്കത്തില്ല, എല്ലാവർക്കും അറിയാലോ, ആ സാധനം പിഴിഞ്ഞ് വെള്ളം കളഞ്ഞ് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് പാകത്തിന് ഉപ്പ് ചേർക്കുക, മല്ലിയിലയും കറിവേപ്പില ഇട്ട് കൊടുക്കുക, കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് അടപ്പ് തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ മില്ലറ്റ് അത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഞാൻ, അതും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ചൂടോടെ കഴിക്കണം, നല്ല ടേസ്റ്റാണ്. കുറച്ച് തൈരോ ഇത്തിരി അച്ചാറോ സൈഡിലുണ്ടെങ്കിൽ കൊള്ളാം, കുഴപ്പമില്ല കേട്ടോ. ഇത് അതില്ലേലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ.